Hi all, welcome to One's Coaching. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോഷി ഓയിലർ ഇക്വേഷൻ. വീഡിയോയിലോട്ട് പോകാം. കോഷി ഓയിലർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമാറ്റ് ദാണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഫോമാറ്റിൽ നോട്ട് ചെയ്യേണ്ടത് y ഡാഷിന്റെ കൂടെ എപ്പോഴും എക്സ് വൈ ഡാഷ് ആയിരിക്കും, അല്ല y2 ഡാഷിന്റെ കൂടെ എപ്പോഴും എക്സ് സ്ക്വയർ ഉണ്ടാകും. അപ്പം y2 ഡാഷ് ടേം ഈസ് ഓൾവേസ് ടുഗദർ വിത്ത് എക്സ് സ്ക്വയർ y2 ഡാഷ് എക്സ് വൈ ഡാഷ്. ഇത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്സ് പഠിച്ചു. അപ്പം അവിടെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്, ഇവിടെ നോട്ട് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. വൈ ഡാഷിന്റെ കൂടെ എക്സ്, y2 ഡാഷിന്റെ കൂടെ എക്സ് സ്ക്വയർ ഉണ്ട്. ആൻഡ് ദിസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോൺ ആസ് കോഷി ഓയിലർ ഇക്വേഷൻ. പിന്നെ ഇതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് കോഷി ഓയിലർ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ സോൾവ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം. അപ്പൊ നമ്മുടെ കോഷി ഓയിലർ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി. അത് ഓർത്തിരിക്കണം. എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടി. എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ടിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പം ടി എന്ന് പറയുന്നത് log എക്സ് ആണ്. x e raised to t ആണെങ്കിൽ what is log x? log x is t because e raised to log fx എന്ന് പറഞ്ഞാൽ fx ആണ്. അതുപോലെ log e raised to fx എന്ന് പറഞ്ഞാലും fx ആണ്. കാരണം ലോഗും ഇയും ഇൻവേഴ്സസ് ഈച്ച് അതർ. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക, x ഈക്വൽ ടു ഇ റൈസ് ടു ടി, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു log x. അപ്പം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുമ്പം നമുക്ക് ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആക്കണം. അപ്പം ഈ വേരിയബിൾ കോഎഫിഷ്യന്റ് മാറ്റി കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആക്കണം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം എക്സ് വൈ ഡാഷ് എന്ന് പറയുന്നത് ഡി വൈ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. എക്സ് സ്ക്വയർ y2 ഡാഷ് ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ ആകും. ഇവിടുത്തെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ആണ്. അപ്പം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. You know how to solve such equations. We know its solution is y equal to cf plus pi. If the right side is fx is 0, then pi will be 0. Then solution is only y equal to cf. ഇതാണ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഇനി അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y equal to cf plus pi. cf കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നേരത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്സിലറി ഇക്വേഷനെ സോൾവ് ചെയ്ത് അതിന്റെ വാല്യൂസ് എഴുതുക. വാല്യൂസ് 3 ടൈപ്പിൽ വരാം: റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്, റിപ്പീറ്റഡ് റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്. അതിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ സി എഫ് എഴുതുന്നത് ഇങ്ങനെയാണ്: സി എഫ് ഈ c1 e raised to m1x plus c2 e raised to m2x. റിപ്പീറ്റഡ് ആണെങ്കിൽ സി എഫ് എഴുതേണ്ടത് സി എഫ് ഈ c1 plus c2x e raised to m1x. കോംപ്ലക്സ് ആണെങ്കിൽ സൊല്യൂഷൻ എഴുതേണ്ടത് സി എഫ് e raised to alpha x c1 cos beta x plus c2 sin beta x. ഇങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുന്നത്. അപ്പൊ ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായി നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. Solve x square y2 dash minus 2x y dash minus 4y equal to 0. അപ്പൊ ഇത് കോഷി ഓയിലർ ഇക്വേഷനിൽ പെടുന്നതാണ്. സോ ബിക്കോസ് ഹിയർ x y dash and x square y2 dash. കോഷി ഓയിലർ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x equal to e raised to t. ഇതിന് അറിഞ്ഞിരിക്കുക t is log x. അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. x equal to e raised to t. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി x y dash dy ആകും. x square y2 dash d into d minus 1 y ആകും. See, this is our substitution. x equal to e raised to t, then x y dash x square y2 dash convert into these two, d into d minus 1 dy, d into d minus 1 y. ഇവിടെ d എന്ന് പറയുന്നത് d by dt ആയിരിക്കും. ഇത് സോൾവ് ചെയ്യാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ചെയ്യുക. then ഇതാണ് ഇതിന്റെ കൺവേർഷൻസ്. so this equation becomes x square y2 dash, it is d into d minus 1 y minus 2 into x y dash, it is dy minus 4y equal to 0. ഇവിടെ നിന്ന് y കോമൺ ആണ്. അപ്പം d square minus d minus 2d, that is minus 3d minus 4 into y equal to 0. See, now this is a differential equation with the constant coefficients.
See, by this substitution, all Cauchy-Euler equations can be reduced to differential equation with the constant coefficients. So, here auxiliary equation m square minus 3m minus 4 equal to 0. M, you find two numbers whose product is minus 4 and the sum is 3. Sum 3, product minus 4. So, the numbers are 4 minus 1. M in the values 4 and minus 1. So, CF is, see, they are real and distinct. C1 e raised to 4. Here capital D is d by dt. C1 e raised to 4t plus C2 e raised to minus t. ഇത് t ആണ്, അത് മറന്നു പോകരുത്. കാരണം നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ dy by dx ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഈ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എക്സിനെ കംപ്ലീറ്റ് ടീയിലോട്ടാക്കി. അപ്പൊ ഇനി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കംപ്ലീറ്റ് ടീയിലാണ്. അപ്പൊ ഇത് ടീയിലാണ് വരുന്നത്. ഇനി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അത് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. This is C1 e raised to 4, t is log x, C2 e raised to minus log x. That is CF equal to C1. See, this is e raised to log x raised to 4. So, it is x raised to 4 plus C2 e raised to log x raised to minus 1 എന്ന് വരും. So, this is x raised to minus 1. X raised to minus 1 is 1 by x. So, C2 by x. E raised to log fx എന്ന് പറയുന്നത് fx ആണ്. ആ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. This is C2 by x. So, this is our CF. Here solution is, its solution is y equal to CF plus PI. Here PI is 0. So, solution is y equal to CF. So, C1 x raised to 4 plus C2 by x. See, this is the method of solving Cauchy-Euler equation. Let us see one more example. With the right side is non-zero. In the previous question, right side is 0. Here right side ഉണ്ട്. See, in Cauchy's equation, we make a substitution. X equal to e raised to t. അപ്പൊ ഇനി x എല്ലാം മാറി t യിലാകും. അപ്പൊ ഇവിടെ x d into d minus 1y minus dy minus 3y equal to x is e raised to t. That is d square minus d minus d minus d. ഇവിടെ ഒരു minus d, ഇവിടെ ഒരു minus d minus 3 into y equal to e raised to t. That is d square minus 2d minus 3 into y equal to e raised to t. You say two numbers whose sum is 2 and product is minus 3. So, numbers are 3 and minus 1. Its product is minus 3, sum is 2. So, CF is, sorry, here അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെ എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്സും എഴുതണമെന്നില്ല, ഇതുപോലെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ആൻസേഴ്സ് എഴുതാം. അപ്പോൾ ഇവിടെ ഓക്സിലറി ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ സൊല്യൂഷൻസ് എമ്മിന്റെ വാല്യൂസ് ഇതൊക്കെയാണ്. സോ CF ഈസ് C1 e raised to 3t plus C2 e raised to minus t. You replace t is log x. C1 e raised to 3 log x plus C2 e raised to minus log x. So, this is C1 x cube plus C2 by x. See, this is CF. ഇവിടെ നമുക്ക് PI ഉണ്ട്. PI is, ഇവിടെ റൈറ്റ് സൈഡ് e raised to t by PI is e raised to, ഇവിടെ ഈ wide answer ആണ് PI, e raised to t divided by d square minus 2d minus 3. In the case of exponential function, the method of finding PI is, wherever you see d, you replace d by a. Here a is 1, so you replace d by 1. So, e raised to t by 1 minus 2 minus 3. That is e raised to t by minus 4. So, solution of this equation is y is equal to CF plus PI. That is C1 x cube plus C2 by x minus e raised to t by 4. See, this is the solution of the given differential equation. See, this is the method. If you practice more questions, then you can easily answer such questions. ഇനി നമുക്ക് അടുത്ത ഗേറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇപ്പോൾ ഗേറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ഇതാണ്.
with the initial conditions. Initial conditions always given for finding the arbitrary constants. But since it is second order, it has two arbitrary constants. For getting the two arbitrary constants, you can say two conditions. The value of y at, see, our question is you have to find the value of y at x equal to 2. Value of y at x equal to 2. അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. See, value of y, you have to find y. See, for this differential equation, y is its solution. അപ്പോൾ ഇതിനെ solve ചെയ്താൽ we will get what is y. See, in y you put x equal to 2, then you will get the answer of, you will get the value of y at x equal to 2. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ solve ചെയ്യണം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ x y dash x square y 2 dash. So this is Cauchy-Euler equation. So you solve this equation by method of solving Cauchy-Euler equation. There is a unique method for solving such equation. അപ്പോൾ ആ മെത്തേഡിൽ സോൾവ് ചെയ്യുക. So next we solve that equation. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പം Cauchy-Euler equation ആണ്. x equal to e raised to t ആണ്. അപ്പം x square y dash d into d minus 1 y plus dy minus y equal to 0. That is d square minus d plus d, അത് cancel ചെയ്തു. d square minus 1 into y equal to 0. Here remember capital D is d by d. Its auxiliary equation is m square minus 1. So m values are plus or minus 1. See, d square equal to 1. D square is plus or minus 1. So its solution y equal to CF ആണ്. CF is C1 e raised to t plus C2 e raised to minus t. That is C1. That is e raised to t. E raised to t is x plus C2 e raised to minus t is 1 by x. E raised to minus t equal to 1 by x. C2 by x. So our solution is y is equal to C1x plus C2 by x. അതല്ല എങ്കിൽ e raised to minus t. E raised to minus t ക്ക് നമ്മൾ C2 e raised to minus t എന്ന് പറയുന്നത് log x ആണ്. C2 e raised to log x raised to minus 1. അപ്പോൾ ഇത് ഒന്നായി C2 x raised to minus 1. That is C2 by x. In both ways you can answer. So this is the solution. But this is y. You have to write, see in the question you have to write the value of y at x equal to 2. See in y there are two unknowns C1 and C2. So we have to find C1 and C2. So for getting C1 and C2 we see in the question you can see two conditions. Y of x equal to 1 is 6. So you put x equal to 1. X ന് 1 കൊടുക്കുമ്പോൾ C1 plus C2 equal to 6. For equation I C1 plus C2 equal to 6. Next you find its derivative. Dy by dx is C1 minus C2 by x square. Dy by dx x equal to 1 is C1 minus C2 is equal to 2. Now we have two equations. You find C1 and C2, adding both C1 to C1 is equal to 8. So C1 is 4. If C1 is 4, C2 is 2. So C1 4, C2 2. So solution y is equal to 4x plus 2 by x. ഇതാണ് നമ്മുടെ solution y. See in the question you find what is y at 2. So y of 2 is 8 plus 1, that is 9. So y at 2 is 1. This is the answer. See, this is the technique of solving any question based on Euler's equation. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ Cauchy-Euler ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇത് ഗേറ്റ് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇനിയും പുതിയ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.